ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ ടോപ്പിക്കിലേക്ക് പോകാം. മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്, മോഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വൺ ഡയമെൻഷണൽ മോഷൻ, അതായത് ഒരു സ്ട്രൈറ്റ് ലൈൻ വൺ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കാം. അപ്പം അതാണ് റെക്റ്റിലീനിയർ മോഷൻ. പിന്നീടുള്ളത് 2D മോഷൻ. 2D മോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് നമുക്ക് മോഷൻ വെച്ച് പറയാൻ പറ്റും. ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ, നമ്മൾ ബോൾ ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് അതിങ്ങനെ പാരാബോളായിട്ട് പോകുന്നത് പ്രൊജക്ടൈൽ മോഷൻ. സർക്കുലർ മോഷൻ, നമ്മളൊരു പോയിന്റിൽ പിടിച്ച് നിർത്തിയിട്ട് അത് ഇങ്ങനെ ഒരു പോയിന്റ് ചുറ്റും കിടന്ന് സർക്കുലേറ്റ് ചെയ്ത് കറക്കുന്നത് നമുക്ക് സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം. അപ്പം അങ്ങനെ മൂന്ന് ടൈപ്പ് മോഷനുകളാണ് നമുക്കുള്ളത്. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഗ്രാഫിനകത്ത് ഇത് y ആക്സിസും ഇത് x ആക്സിസും ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ x ഡയറക്ഷന് പാരലായിട്ട് പോകുന്ന ഒരു മോഷനാണ്. ഇത് വൺ ഡയമെൻഷൻ മോഷൻ, കാരണം x ഡയറക്ഷനിൽ മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. ഇത് y ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന മോഷനാണ്. ഇത് വൺ ഡയമെൻഷൻ ആണെന്ന് നമുക്കറിയാം. ഈ വരകളെല്ലാം സ്ട്രൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി ഇങ്ങനൊരു ആംഗിളിൽ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് വൺ ഡയമെൻഷൻ ആണോ ടു ഡയമെൻഷൻ ആണോ? അത് പല, കാരണം എക്സിലും വൈയിലും ചേഞ്ച് ഉണ്ടാവും കോർഡിനേറ്റ്സിന്. അപ്പോൾ ഇത് വൺ ഡയമെൻഷൻ ആണോ ടു ഡയമെൻഷൻ ആണോ അളവ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് റൊട്ടേറ്റ് ദ ആക്സിസ്. നമ്മൾ ഈ എക്സ് ആക്സ് വൈ ആക്സിസ് ജസ്റ്റ് ഇങ്ങനെ ആ എക്സ് ആക്സ് വൺ ഡയമെൻഷന് ആ ഒരു അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വൺ ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എക്സും വൈയും ഇങ്ങനെ ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് പോയാലും ഒറിജിനൽ ഇൻക്ലൈൻഡ് ആയിട്ട് പോയാലും നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും, അതിനെ ഒരു വൺ ഡയമെൻഷൻ മോഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒറിജിൻ കൂടെ പാസ് ചെയ്യണമെന്നില്ല. ഒറിജിൻ കൂടെ നിന്നും വേറെ രീതി പാസ് ചെയ്താൽ നമുക്ക് എന്താ ഷിഫ്റ്റ് ഓഫ് ദ ഒറിജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എപ്പോഴും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പോകണമെങ്കിൽ അത് വൺ ഡയമെൻഷൻ മോഷൻ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സ് വൈ ഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യം നമ്മൾ അറിയണം. ഒന്ന് റെഫറൻസ് പോയിന്റ്, നമ്മൾ ഏതൊരു പോയിന്റിൽ നിന്നാണ് നോക്കുന്നത് ഒരു മോഷനെ, അത് നമുക്ക് റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കാം. റെഫറൻസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമുക്ക് റെഫറൻസ് ഫ്രെയിം എന്ന് വിളിക്കാം. അതിനെ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം നമുക്ക് വിളിക്കാം. അതായത് ആക്സിലേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പ് ഫ്രെയിമിനെ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. അതായത് ഉദാഹരണത്തിന് ഈ കേസിൽ എക്സും വൈയും ഒക്കെ മര്യാദയ്ക്ക് നിൽക്കുകയാണ്, അതിനെ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. ഇനി ഇതിനൊരു ആക്സിലറേഷൻ കൊണ്ടെന്ന് വെക്കുക, അതിനെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. അത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ, ഈ റോളിംഗ് എന്ന് പറയുന്നത് വൺ ഡയമെൻഷൻ മോഷൻ ആണോ അതോ ടു ഡയമെൻഷൻ മോഷൻ ആണോ? അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക എന്താണ് എന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്ക് പറയാം. ഇനി പൊസിഷൻ വെക്ടർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് പൊസിഷൻ വെക്ടർ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോർഡിനേറ്റില് ഒരു പോയിന്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വെക്ടറിനെ നമുക്ക് പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു പോയിന്റ് x1 y1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ നമുക്ക് r1 എന്ന് പറയുന്ന ഒരു വെക്ടർ കൊണ്ട് ഒറിജിനുമായിട്ട് ഘടിപ്പിക്കാൻ പറ്റും. ഒറിജിനിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഒരു വെക്ടർ വരയ്ക്കുന്നതാണ് r1 വെക്ടർ. ആ r എന്ന വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. അതുപോലെ വേറൊരു പോയിന്റ് Q ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന r2 എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എന്ത് വിളിക്കാം, പൊസിഷൻ വെക്ടർ ഓഫ് Q എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം അത് രണ്ടും പൊസിഷൻ വെക്ടറുകളാണ്. രണ്ട് പൊസിഷൻ വെക്ടറുകൾ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തിലേക്കുള്ള എന്ത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അതായത് ആ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്തു നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെക്ടറാണ് ആ വെക്ടർ. ആ വെക്ടർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, r2 എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ r1 എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് r1 എന്ന് പറയുന്ന വെക്ടറിനെ r2 എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. r2 മൈനസ് r1 ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൽറ്റ ആർ ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇത് നമുക്കറിയാം. ഈ r1 എന്ന് പറയുന്ന വെക്ടർ വെച്ച് കണ്ടോ, ഈ വെക്ടറിനെ നമ്മൾ ഡെൽറ്റ ആർ ഡാഷ് എന്ന വെക്ടറായിട്ട് സം ചെയ്യുന്നത്. ഈ വെക്ടറിനെ ഈ വെക്ടർ സം ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെക്ടറാണ് ആൻസർ കിട്ടുക. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഡെൽറ്റ ആർ ഡാഷ് എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വിളിക്കാം. r1ഉം r2ഉം പൊസിഷൻ വെക്ടറുകളാണ്. ഓക്കെ, അത്രേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പാത്ത് മുഴുവൻ, അതായത് ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ 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 ഇവിടെ വരെ എത്തുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വരച്ച് കാണിക്കാം. ഇങ്ങനെ 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 ഇവിടെ എത്തുവാണെങ്കിൽ, ഈ പോയിന്റ് ഇവിടെ എത്തുവാണെങ്കിൽ ഈ പാത്ത് എത്ര ഡിസ്റ്റൻസ് ഈ പാത്ത് കവർ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു നൂല് പിടിച്ച് ഈ വഴി എല്ലാം ഞാൻ വെച്ച് ഈ വഴി ഒരു നൂല് വെച്ചിട്ട് ആ നൂലിനെ പിന്നെ എടുത്തിട്ട് അതിന്റെ ലെങ്ത് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിസ്റ്റൻസ്. അതേസമയം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്,
നമുക്ക് കിട്ടി. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. നമുക്ക് സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടിക്കിൾ ഞാൻ ഇവിടെ ഇരിക്കുക, ഇവിടെ ഞാൻ ഒരു ക്ലോക്ക് ഓൺ ചെയ്ത് വെച്ചു, ഒരു ക്ലോക്ക് ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ക്ലോക്കിൽ 1, 2, 3, 4, 5, 6 സെക്കൻഡ് കഴിയും തോറും ഈ പാർട്ടിക്കിൾ ഒരു മാറ്റവും ഇല്ലെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിന് ടൈമിനനുസൃതമായി ഒരു മാറ്റമില്ല. ആ പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുവാണ്. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പം ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് പെർ ടൈം ആണ് സ്പീഡ്. അപ്പൊ ഇവിടെ ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പം ഈ പാർട്ടിക്കിളിന് സ്പീഡ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഒരു സമയത്ത് ഒരു സെക്കൻഡിൽ 1 മീറ്റർ വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 1 യൂണിറ്റ് വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണെന്ന് വെക്കുക. അപ്പൊ ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 1 മീറ്റർ 1 സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 2 മീറ്റർ ആവും 2 സെക്കൻഡ്, 3 മീറ്റർ ആവും 3 സെക്കൻഡ്. അപ്പം ആ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഓഫ് ടൈം. ഇതൊരു വളരെ ചെറിയ ഒരു അതായത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് യൂണിഫോം ആയിട്ടാണ് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ മതി. ഇത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. ചില പാർട്ടിക്കിൾസ് കുറച്ച് സമയം സ്പീഡിൽ പോകും, കുറച്ച് സമയം സ്പീഡ് കുറച്ച് പോകും. അപ്പം നമുക്ക് വേണ്ടുന്ന ആ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഒരു വളരെ കുറച്ച് സമയത്തിന് ആ ഒരു കൊച്ചു ഇന്റർവെല്ലിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു പെർ ആ ടൈം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ വേറെ സ്പീഡിലങ്ങ് പോവാ, അതായത് നമുക്ക് അറിഞ്ഞൂടെ എന്താണ് ആ ഒരു യൂണിഫോം സ്പീഡ്, ഒരു പർട്ടിക്കുലർ സ്പീഡിലങ്ങ് പോവാം. അപ്പൊ നമുക്ക് എന്താ പറ്റും? ആ പാർട്ടിക്കിളിന് 2 സെക്കൻഡ് ആയപ്പം ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 2 സെക്കൻഡില് ആ പാർട്ടിക്കിൾ ഇവിടെ നിൽക്കുക. ഇനി 2.00000000 അങ്ങനെ ഒരു വളരെ ചെറിയ ഒരു ടൈമില് അത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ അതിപ്പോൾ ഒരു 2.3 എന്ന് പറയുന്നത് അത് റോക്കറ്റിന്റെ അത്ര സ്പീഡിൽ പോകുന്ന സാധനം. 2.3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തത്. അത് ഇവിടെ ഒറിജിനിൽ നിന്ന് ഇത് 2, ഇത് ഒറിജിനിൽ നിന്ന് ഇത് 2.3. അതായത് ഇത്രയും 0.0000001 സെക്കൻഡില് 2നെ 2.3 ആയിട്ട് മാറിയെങ്കിൽ ആ ചേഞ്ച്, ആ ചെറിയ ചേഞ്ച് 0.3 എന്ന് പറയുന്ന 0.3 ഡിസ്റ്റൻസിന്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഈ പറയുന്ന പോയിന്റ്, കാരണം 2 പോയിന്റ് ഇതേ -2 ആണ്. അപ്പം 0.0000000 അത്രയും 1, ഇതാണ് അതിന്റെ ആ ഒരു കുഞ്ഞ് ഇൻസ്റ്റന്റിലുള്ള അതിന്റെ സ്പീഡ്. അല്ലെങ്കിൽ വെലോസിറ്റി എന്നും പറയാം. അതിനെ വെലോസിറ്റി, സ്പീഡ് എന്ന് നമുക്ക് വെലോസിറ്റി പറയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമുക്കൊരു 1 ഡയമെൻഷൻ മോഷന്റെ കേസിൽ നമുക്ക് ഡിസ്റ്റൻസും സ്പീഡും വെലോസിറ്റിയും സ്പീഡൊക്കെ ഏകദേശം ഒന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അതാണ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതാണ് വെലോസിറ്റി പ്രധാനം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഡിസ്റ്റൻസ് ബൈ ടൈം, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. വെലോസിറ്റി ആകുമ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ ചേഞ്ച് അല്ലേ പറയുന്നത്, അപ്പൊ അതെന്താ സ്കെലാർ ക്വാണ്ടിറ്റി. ഇത് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ ചേഞ്ച് പറയുന്നുണ്ട്. നമ്മുടെ വെലോസിറ്റിയും ഒരു വെക്ടർ ക്വാണ്ടിറ്റി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമൊന്നും എങ്കിലും നമ്മൾ ഇതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ഈ ഡിസ്റ്റൻസ് സമയത്തനുസരിച്ച് മാറും നമുക്ക് മനസ്സിലാക്കാം. വെലോസിറ്റി സമയത്തനുസരിച്ച് മാറിയാലോ? അതായത് ഒരു സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോണ സാധനം വേറൊരു സെക്കൻഡിൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലോട്ട് മാറുക. അതിന്റെ സ്പീഡ് മാറുക ടൈമിനനുസരിച്ച്. അതായത് ഒരു സെക്കൻഡിൽ 1 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് സ്പീഡ് മാറുന്നു. ഡിസ്റ്റൻസ് മാറുക, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് മാറില്ല, അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മാറും. അപ്പൊ 2ൽ നിന്ന് 3 മാറുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോണ സാധനം 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലോട്ട് മാറുകയാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമുക്ക് ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി വി ഐ എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞു, ഒരു ടി ടൈം കഴിഞ്ഞപ്പോൾ, ഇവിടെ നിന്ന് ഒരു ടി ടൈം കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി മാറി വി എഫ് ആയിട്ട് കൺവേർട്ട് ആയി, വി ഫൈനൽ ആയിട്ട് കൺവേർട്ട് ആയി. ആ സമയത്തുള്ള ആക്സിലറേഷൻ എന്ത് എന്ന് ചോദിച്ചാൽ വി എഫ് മൈനസ് വി ഐ ബൈ 3 നമുക്ക് പറയാം. പക്ഷേ ആക്സിലറേഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷന്റെ മാത്തമെറ്റിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഈ പറയുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് ഈവൻ ആയിരിക്കില്ല. ഓക്കെ, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെലോസിറ്റിയുടെ ചേഞ്ച് സെയിം ആയിരിക്കില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ വെക്ടർ ഫോമിൽ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി, ഇത് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമുക്ക് വിളിക്കാം, ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ബൈ ടൈം, അവനെ നമുക്ക് ആക്സിലറേഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേണ്ടുന്ന ആളെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അപ്പം
ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എപ്പോഴും ഒരു എഫക്റ്റ്, നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ച് എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. ഈ ആക്സിലറേഷൻ ചുമ്മാ അങ്ങ് ഉണ്ടാവത്തില്ല മക്കളെ. ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എപ്പോഴും ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കണം. അപ്പം കോസ് ആണ്, ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ഫോഴ്സിൽ നിന്ന് ആക്സിലറേഷനിലേക്ക്, അല്ലെങ്കിൽ ആ സ്പീഡിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി ടേംസിലേക്ക് ആക്സിലറേഷനിലേക്ക് മാറുവാണ്. ഓക്കെ, അപ്പം ആ ഒരു ടേംസ് മാറുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കോസും കൂടി കൂടെ വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഫോഴ്സ് ആണ് ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ശരിക്കും പറയുന്നത് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഫോഴ്സ് അപ്ലൈഡ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ കൺവീനിയൻസിന് ഫോഴ്സ് ഈക്വൽ ടു മാസ് ടു ആക്സിലറേഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആയിരിക്കും. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആക്സിലറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അതൊരു ഭയങ്കര കൺസെപ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ബോഡിയിൽ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓപ്ഷൻ എ അത് റെസ്റ്റ് ചെയ്തിരിക്കുന്നു, ഓപ്ഷൻ ബി അത് ഒരു സ്പേസിലാണ്, ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത സർഫസിലാണെന്നുണ്ടെങ്കിൽ 1 റെസ്റ്റ് ഇരിക്കുന്നു, 2 അത് മൂവ് ചെയ്യുന്നു, 3 അത് ആക്സിലറേറ്റ് ചെയ്യുന്നു. ഇത് 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മൂവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഫോഴ്സ് ഒരു ബോഡി അപ്ലൈ ചെയ്തില്ലെങ്കിലും അത് മൂവ് ചെയ്യും. കാരണം യൂണിഫോം മോഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനിൽ പോകണമെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഇനി യൂണിഫോം അല്ലാത്ത ആക്സിലറേറ്റഡ് മോഷനിൽ പോകണമെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. അതൊരു വേരിയബിൾ ഫോഴ്സ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടാവും. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വിൽ ബി ഒരു കോൺസ്റ്റന്റ്. അതായത് ആ ചേഞ്ച് ഇൻ വെലോസിറ്റി യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആയിട്ട് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് മാറുന്നത് യൂണിഫോം ആയിരിക്കില്ല, പക്ഷേ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് യൂണിഫോം ആയിട്ട് മാറും. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സിനെ നമുക്ക് 3 രീതി എഴുതാം. ഒന്ന്, ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കാം, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. ആ കേസിൽ ഒന്നെങ്കിൽ ബോഡി റെസ്റ്റിലിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ആ കേസിൽ എന്താ? ആക്സലറേഷൻ 0 ആയിരിക്കും. വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഉണ്ട്. ചേഞ്ച് വെലോസിറ്റി ഉണ്ടോ? ചേഞ്ച് വെലോസിറ്റി ഇല്ല. ചേഞ്ച് വെലോസിറ്റി ഇല്ലെങ്കിൽ ആക്സലറേഷനും ഇല്ല. ഓക്കെ, അപ്പം ഫോഴ്സ് 0 ആണെങ്കിൽ, ഫസ്റ്റ് കേസ് ഫോഴ്സ് 0 ആണെങ്കിൽ എന്ത് പറയാം? ഫോഴ്സ് 0 ആണെങ്കിൽ എന്ത് പറയാം? ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സലറേഷനും 0 ആയിരിക്കും. അടുത്തത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്, അതും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം കോൺസ്റ്റന്റ് ബൈ മാസ് വരും. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും മക്കളെ. അപ്പം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അപ്പം ആ ബോഡിയിൽ യൂണിഫോം ആയിട്ടായിരിക്കും ആക്സിലറേറ്റ് ചെയ്യുക. അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ചിലപ്പോൾ 2 മീറ്റർ സെക്കൻഡ് ആവും, പിന്നെ ആ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് ആവും. പിന്നെ ഇനിയിപ്പം ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും ആ ഒരു വെലോസിറ്റിയുടെ ചേഞ്ചിന് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിഫോമിറ്റി ആക്സിലറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നടക്കുന്ന കാര്യമുള്ളൂ. ആണ് കേസ് 2. അപ്പോൾ കേസ് 1 പഠിച്ചു, കേസ് 2 പഠിച്ചു. കേസ് 3, എഫ് ഇസ് വേരിയബിൾ. ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ ആക്സിലറേഷനും വേരിയബിൾ ആയിരിക്കും. വെലോസിറ്റി ചേഞ്ച് യൂണിഫോം ആയിരിക്കില്ല, വേരിയബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഓഫ് ന്യൂട്ടൺ. ഇനി നമുക്ക് പിറകോട്ടൊരു കാര്യം പറയാം. ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കിപ്പോൾ വെറുതെ ഒന്ന് പറയാം. റോളിംഗ് എന്ന് പറയുന്ന സാധനം 1 ഡയമെൻഷൻ ആണ്, 2 ഡയമെൻഷൻ മക്കളെ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കി. ഇത്ര നേരം നിങ്ങളെ ബ്രെയിൻ ചെയ്ത് കിടക്കണം, അതിനുവേണ്ടി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഞാൻ പറയാണ്, അത് 1 ഡയമെൻഷൻ മോഷൻ അല്ല. റോളിംഗ് ഈസ് എ 2 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് യൂണിഫോം വെലോസിറ്റി മോഷൻ. അതായത് നമ്മൾ ഒരു ഫോഴ്സും ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കേസാണ് നമ്മൾ പറയുന്നത്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞു. ഒരു ഫോഴ്സും അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് 0 ആണെങ്കിൽ എം എ 0 ആയിരിക്കും. മാസ് ഓഫ് എ ബോഡി 0 ആവുക എന്നുള്ളത് നമ്മൾ സാധാരണ നോർമൽ കേസുകളിൽ നടക്കുന്ന കാര്യമല്ല. അപ്പം എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എ ഇസ് ഈക്വൽ ടു 0. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം, വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെരി സ്മോൾ ടൈം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലോ ഡി വി ബൈ ടി. ഓക്കെ ഓക്കെ, അപ്പോൾ ഡി വി ബൈ ഡി ടി ആണ് എ, അത് 0 ആണ്. ഡി വി ബൈ ഡി ടി മാത്തമാറ്റിക്കലി 0 ആവുന്നത് വി കോൺസ്റ്റന്റ് ആകുമ്പോൾ മാത്രമാണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് കെ, അതാണ് 0. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെ ഇസ് എ കോൺസ്റ്റന്റ് പറയുന്ന പോലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം എന്താ ഫസ്റ്റ്
കിട്ടിയ എന്താ യൂണിഫോം വെലോസിറ്റിയിൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഓക്കെ അല്ലേ? അടുത്തത് വി എന്ന് പറഞ്ഞാൽ ഡി എസ് ബൈ ഡി ടി ആണ്. അതായത് ഈ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന വെലോസിറ്റി ആണെങ്കിൽ തന്നെ ആ വെലോസിറ്റി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡി എസ് ബൈ ഡി ടി എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് എന്ത് എസ് കിട്ടും? ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി ടി നമ്മൾ എഴുതും. ഓക്കെ, ഇവിടെ വീണ്ടും നമ്മൾ എന്താ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യാം. ഡി എസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സംഭവിക്കും എസ് കിട്ടും, ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ സംഭവിക്കും ടി കിട്ടും. അപ്പം ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി ടിനെ നമ്മൾ എസ് വൺ എന്ന് പറയുന്ന ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എസ് വണ് ടു എസ് ടു വരെ പോയി എന്ന് പറയാം. അത് എപ്പോഴാണ് പോയത്? ടി വൺ എന്ന് പറയുന്ന സമയം മുതൽ ടി ടു എന്ന് പറയുന്ന സമയത്തിനാണ് പോയത്. അപ്പം ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കേണ്ട കാര്യമാണ്. അതായത് ഞാൻ ഒരു ലിമിറ്റ് കൊടുക്കുകയാണ്. നമ്മൾ ഇന്റഗ്രേഷന് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ടി വണ്ണിൽ നിന്ന് ടി ടുവിലേക്ക് പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? എസ് വണ്ണിൽ നിന്ന് എസ് ടുവിലേക്ക് പോയി ആ ബോഡി. ഡിസ്പ്ലേസ്മെന്റ് എസ് വൺ ആയിരുന്ന ബോഡി എസ് ടു ആയിട്ട് മാറി. ടി വണ്ണിൽ നിന്ന് ടി ടുവിലേക്ക് പോകും. അതുപോലെ തന്നെ വി വണ്ണിൽ നിന്ന് വി ടുവിലേക്ക് പോകുന്നു ആ ബോഡി. ടി വണ്ണിൽ വെലോസിറ്റി വി വൺ ആയിരുന്ന ബോഡി ടി ടിയിൽ നിന്ന് വി ടുവിലോട്ട് മാറി. അതുകൊണ്ട് നമുക്ക് ഉള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും. കാരണം ടി വൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ടി ടുവിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എസ് വണ്ണിൽ നിന്ന് എസ് ടുവിലേക്ക് എത്തി, വി വണ്ണിൽ നിന്ന് വി ടുവിലേക്ക് എത്തി. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റിനെ എഗൻസ്റ്റ് ആയിട്ടായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി ടി എന്നുള്ളത് എസ് വൺ ടു എസ് ടു ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി വൺ ടു ടി ടു ഇന്റഗ്രൽ ഡി ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡി എസിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവിക്കും എസ് കിട്ടും, ടി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ടി കിട്ടും, ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് കിട്ടും. അതുപോലെ തന്നെ അടുത്തത് എവിടെ മുതൽ എവിടം വരെ? എസ് വൺ ടു എസ് ടു ആണ്, ഇവിടെ ടി വൺ ടു ടി ടു ആണ്. അങ്ങനെ ഫൈനലി നമുക്ക് വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. അതായത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം വലിയൊരു വാല്യൂവിന് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു ചെറിയ വാല്യൂവിന് ചെയ്യുന്നത്. ഡി എസ് ബൈ ഡി ടിയും ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടിയും സെയിം ആണ് വെൻ ഇൻ കേസ് ഓഫ് യൂണിഫോം വെലോസിറ്റി മോഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മോഷൻ ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് വെലോസിറ്റി ആയിരുന്ന കോൺസ്റ്റന്റ്, ഇവിടെ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ. അങ്ങനെ ഡി വി ഈസ് ഈക്വൽ ടു എ ഡി എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡി വി ആയതുകൊണ്ട് വി വേരിയബിൾ ആയതുകൊണ്ട് വി വൺ ടു വി ടു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഡി ജിയിൽ ടി ആണ് വേരിയബിൾ, ടി വൺ ടു ടി ടു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കുള്ളത്, ടി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും ഈ വി വൺ, ടി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും വി ടു. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എസ് ഉണ്ടെന്ന് വെക്കുക, എസ് വൺ ടു എസ് ടു ഉണ്ടെന്ന് വെക്കുക. ഡി എസ് എന്നൊരു ക്വാണ്ടിറ്റി, കാരണം ഡി എസ് ബൈ ഡി ടി ആണ് വി. അപ്പോൾ എസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് വൺ കറസ്പോണ്ട് ടു ടി വൺ ആൻഡ് എസ് ടു കറസ്പോണ്ട് ടു ടി ടു. ഓക്കെ, ആൻഡ് ഹെൻസ് വി ഗെറ്റ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ. അതായത് ഡി വി ബൈ ഡി ടി ഡെൽറ്റ ബൈ വി ബി ബൈ ഡെൽറ്റ ടി ആയിട്ട് മാറുവാണ്. അല്ലെങ്കിൽ വി ടു മൈനസ് വി വൺ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പം ഈ ഇക്വേഷനകത്ത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതായത് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ ഡിസ്പ്ലേസ്മെന്റിലാണ്, എസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം സീറോ ആയിട്ടുള്ളപ്പോഴാണ്. അതായത് നമ്മൾ ടൈം മെഷർ ചെയ്ത് തുടങ്ങുന്നത് സീറോയിലാണ്. ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. നമ്മൾ ഫൈനൽ ഒരു ടി എന്ന് പറയുന്നൊരു ടൈം വരെ നമ്മൾ നോക്കുവാണ്. അതൊരു കാരണം നമുക്കിതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒരു വേരിയബിൾ ടി ടൈം വരെ എന്നാണ് പറയുന്നത്. നമ്മൾ ആ ടിക്ക് നമ്മൾ കൃത്യമായിട്ട് 4 സെക്കൻഡ് 5 സെക്കൻഡ് എന്ന് പറയുന്നത് ടി എന്നൊരു സമയം. ആ സമയപ്പോഴത്തേക്ക് യു എന്നുള്ള വെലോസിറ്റി വി ആയിട്ട് മാറുവാണ്, സീറോ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെന്റ് എസ് ആയിട്ട് മാറുവാണ് എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതായത് ടി മാറുന്നതിനനുസരിച്ച് നമുക്ക് വിയുടെ മാറ്റം അറിയാൻ പറ്റും. അതായത് 0 സെക്കൻഡിലെ വി യു തന്നെയാണ്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 സെക്കൻഡ് ആണെങ്കിലോ യു പ്ലസ് എ, 2 സെക്കൻഡ് ആണെങ്കിൽ യു പ്ലസ് ടു എ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ടൈമിനനുസരിച്ച് എങ്ങനെയാണ് വെലോസിറ്റി മാറുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ബിക്കംസ് എ പോളിനോമിയൽ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. വി ഈക്വൽ യു പ്ലസ് എ ടി എന്നുള്ളതാണ് എ കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന വെലോസിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നൗ ഈ വി എന്ന് പറഞ്ഞാൽ എന്താ? ഡി എസ് ബൈ ഡി ടി ആണ്. ഡി എസ് ബൈ ഡി ടി ആണ്. അപ്പം നമുക്ക് എന്താ യു പ്ലസ് എ ടി ഈസ് ഈക്വൽ ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഡി എസിനെ ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഡി ടി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എസ് ഈസ് ഈക്വൽ ടു യു ഡി ടി പ്ലസ് എ ടി ഡി ടി എന്ന് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വീണ്ടും എസ് വൺ ടു എസ് ടു, ടി വൺ കറസ്പോണ്ട് ടു എസ് വൺ, ടി ടു കറസ്പോണ്ട് ടു എസ് ടു. അപ്പം എസ് വൺ ടു എസ് ടു, ടി വൺ ടു ടി ടു, ടി വൺ ടു ടി ടു നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അവസാനം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മൾ ചെയ്തതായിട്ട് വീണ്ടും ഞാൻ പറയുന്നില്ല, നമുക്ക് കിട്ടും എസ് ടു മൈനസ് എസ് വൺ ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടി ടു മൈനസ് ടി വൺ പ്ലസ് എ ബൈ ടു ഇൻറ്റു ടി ടു സ്ക്വയർ മൈനസ് ടി വൺ സ്ക്വയർ. അതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇന്റഗ്രൽ ടി ഡി ടി എന്നൊരു സംഭവം നമ്മളോട് ചെയ്തു. ഇന്റഗ്രൽ ടി വൺ ടു ടി ടു
ടി ഡി ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടി സ്ക്വയർ ബൈ ടു. കാരണം ഇന്റഗ്രൽ ടി ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ടി സ്ക്വയർ ബൈ ടു എന്ന് പറയാനായിട്ട് പറ്റും. അതിന്റെ രണ്ട് ലിമിറ്റ്സ് ടി വൺ ടു ടി ലിമിറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. വീണ്ടും നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ കണ്ടീഷൻ ടി വൺ ഇസ് ഇക്വൽ ടു 0, ടി ടു ഇസ് ഇക്വൽ ടു ടി, എസ് വൺ ഇസ് ഇക്വൽ ടു 0, എസ് ടു ഇസ് ഇക്വൽ ടു എസ്, വി വൺ ഇസ് ഇക്വൽ ടു യു, ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി എന്നുള്ളൊരു കണ്ടീഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻസ് എല്ലാം വരുന്ന ഒരു രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ആർ പി ടി സ്ക്വയർ എന്നൊരു വാല്യൂ കിട്ടും. നൗ എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ നമുക്ക് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ആയിരുന്നു, ലീനിയർ വേരിയേഷൻ ആയിരുന്നു. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് വേരിയേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ടൈമായിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ടിയുടെ വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് വിയിലും എസിൻ്റെയും ടേംസിൽ വി യു എസിൻ്റെ ടേംസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതാണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇക്വൽ ടു എ. ഞാൻ വീണ്ടും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഇത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിലാണ്, കോൺസ്റ്റന്റ് ആക്സലറേഷൻ വരുമ്പോഴാണ് ഈ ക്വസ്റ്റൻസ് എല്ലാം വാലിഡ് ആവുന്നത് നമുക്കറിയാം. ഇവിടെ ഇനി ഈ ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, ഫോർ എ വേരിയബിൾ ഫോഴ്സ് വി ഹാവ് ടു ഡിറൈവ് ഇക്വേഷൻ ആൻഡ് ദെൻ ആൻഡ് ദെയർ. അതായത് നമ്മളിപ്പം ഉദാഹരണത്തിന് നമുക്ക് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 3t എന്ന് നമുക്ക് പറയാം. ഒരു കോൺസ്റ്റന്റ് 3 അല്ല, 3t എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത വെലോസിറ്റി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കണം. വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ എന്ന് വരും. അപ്പം ഡി വി എന്ന് പറഞ്ഞാൽ എന്താ, 3t ഡി ടി എന്ന് വരും. എന്നിട്ട് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും, ഈ ഡി വി ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ആവും. അതിന് നമ്മൾ ഫൈനൽ ലിമിറ്റ് വി ടുവും വി വണ്ണും കൊടുത്താൽ വി ടു മൈനസ് വി വൺ എന്ന് തന്നെ വരും. 3 നമുക്ക് പുറത്തെടുക്കാം. ടി ഡി ടി എന്നുള്ളത് നമുക്ക് ടി സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഞാൻ വീണ്ടും പുറത്തെടുക്കുവാണ്. അപ്പോൾ എനിക്ക് ബാക്കി ടി സ്ക്വയർ മാത്രം വരും. ടി സ്ക്വയറിന് ഞാൻ ടി വൺ തൊട്ട് ടി ടു വരെയുള്ള വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് വേണമെങ്കിൽ ഒരു 0 തൊട്ട് ടി വരെ എന്നുള്ള രീതിയിൽ എഴുതി ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റാം. അല്ല നമുക്ക് കൃത്യമായിട്ടൊരു വെലോസിറ്റി ഒക്കെ വേണമെന്നെങ്കിൽ കൃത്യമായിട്ടുള്ള വാല്യൂസ് വി ടുനും വി വണ്ണിനും ടി വണ്ണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടി ടു കിട്ടും, ടി വണ്ണും ടി ടുവും വി വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ടു കിട്ടും. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓരോ കേസിനും ഓരോന്നാണ്. ഇത് എന്തോ തരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അത് ഓരോ കേസിനും ഓരോന്നാണ്, ഡിഫറെൻ്റ് ആണ്. പക്ഷെ ചെയ്യുന്ന രീതി സെയിം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു സെക്കൻഡിൽ ഒരു പാർട്ടിക്കിൾ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ഒരു സെമി സർക്കിളിൽ പോയി. സെമി സർക്കിളിന് റേഡിയസ് 1 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആവറേജ് വെലോസിറ്റി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പൈ ആർ എന്ന് പറയും. 2πr/2 പൈ ആർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഈ പോയിന്റ് ഈ പോയിന്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. അത് ജസ്റ്റ് 2r ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ ഇതും 1 ഇതും 1 2 ആയിരിക്കും. ഒരു സെക്കൻഡിലാണ് ഇത്ര ദൂരം പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ ഉത്തരമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു കൺസെപ്റ്റ് ആണ്, ഡി ആലംബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഡി ആലംബർട്ട് പ്രിൻസിപ്പിൾ ഈസ് വെരി വെരി സിമ്പിൾ. ഡി ആലംബർട്ട് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡികൾക്കാണ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡികൾ. അതായത് എം എന്നൊരു ബോഡി ഇവിടെ, മാസ് ഉള്ളൊരു ബോഡി ഇവിടെ ഉണ്ട്. ആ ബോഡിയിലേക്ക് ഞാൻ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എ എഫ് എന്നൊരു ആക്സലറേഷനിൽ പോകുന്നത് വിചാരിക്കും. അതായത് ഞാൻ ഫ്രിക്ഷനും എയർസ്റ്റൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, എ എഫിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു കോൺസ്റ്റന്റ് എഫ് ആണെങ്കിൽ എഫ് ഡിവൈഡ് ബൈ എം എന്ന് നമുക്ക് വിളിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എനിവേ എ എഫ് എന്ന ആക്സലറേഷൻ ആണ് ഇത് മൂവ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഡൈനാമിക്സിനെ നമുക്കൊരു സ്റ്റാറ്റിക്സ് ആയിട്ട് മാറ്റാം. ഡൈനാമിക് ഇക്വിലിബ്രിയം നമുക്ക് പറയാം. ഇനി നമുക്ക് ഒരു സ്റ്റാറ്റിക്സ് ആയിട്ട് മാറ്റാം. എങ്ങനെ ആക്കുന്നത് കഴിഞ്ഞാൽ, ഏത് ഡയറക്ഷനിലാണോ ആക്സലറേറ്റ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനാണ് ഇപ്പോൾ ആക്സലറേറ്റ് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മാസ് ഇൻറ്റു ഏത് ആക്സലറേഷനോ ആ ആക്സലറേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്യൂഡോ ഫോഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ മതി. അതായത് ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്നില്ല. എഫ് എന്നൊരു ഫോഴ്സിന് പകരമായി എഫ് എന്നൊരു ഫോഴ്സ് പിറകോട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ എഫ് ഒരു സ്യൂഡോ ഫോഴ്സ് ആണ്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് മാസ്, ഇതിന്റെ തന്നെ മാസ്. ഏത് ബോഡിയാണോ ആ ബോഡിയുടെ മാസ് ഇൻറ്റു എത്ര ആക്സലറേഷൻ ആണോ അത് പോയത് ആ ആക്സലറേഷൻ. നൗ ദിസ് ബിക്കംസ് എ സ്റ്റാറ്റിക് പ്രോബ്ലം. സ്റ്റാറ്റിക് പ്രോബ്ലം ആവും. സ്റ്റാറ്റിക് പ്രോബ്ലം ആയി കഴിഞ്ഞുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്മ എഫ് ഐ ഈക്വൽ 0, സിഗ്മ എഫ് ഈക്വൽ 0, സിഗ്മ എം ഈക്വൽ 0, എം ഒ ഈക്വൽ 0 എന്നുള്ള സിഗ്മ എം ഈക്വൽ 0 എന്നുള്ള ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് ഡൈനാമിക്സിനെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഭാവി പഠിക്കാൻ പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ആൻഡ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഈ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡൈനാമിക്സിൽ ചെയ്യുന്നത് കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ കണ്ടുപിടിക്കുകയാണ്, ഈ കേസിൽ ഫോഴ്സ് എം മാസിൽ അപ്ലൈ ചെയ്ത് എ എഫ് എക്സ്പ്രഷൻ മൂവ് എന്ന് പറയുകയാണ്.
അത് തന്നെ ഞാൻ എഫ് ഇവിടെ ഉണ്ട്, എഫ് ഐ ഇങ്ങോട്ടുണ്ട്, ഇത് രണ്ടും കൂടെ ഈക്വൽ ആണെന്ന് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എഫ് മൈനസ് എഫ് ഐ ഇസിക്വൽ ടു 0, എഫ് ഇസിക്വൽ ടു എഫ് ഐ, എഫ് ഐയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞു മാസ് ഇൻറ്റു നേരത്തെ ഉള്ള ആക്സലറേഷൻ, എഫ് ഇസിക്വൽ ടു എം എ. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴും എഫ് ഫോഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എം മാസിന് കിട്ടുന്നത് എ എഫ് തീർച്ചയായിട്ടും എഫ് ബൈ എം തന്നെയാണ്, അതായത് എഫ് ഇസിക്വൽ ടു എം ഇൻറ്റു എ എഫ് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഇഫ് എ ബോഡി ഈസ് ആക്സലറേറ്റഡ് ബൈ എ ഫോഴ്സ് we can assume the body is in equilibrium if we add an imaginary unbalanced force in the opposite direction. This type of equilibrium we call dynamic equilibrium. അതിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു, ആ മാസ് ബോഡിയുടെ മാസ് തന്നെയാണ് ഇൻറ്റു എത്ര ആക്സലറേഷൻ അത് പോകണോ ആ ആക്സലറേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം ആ പറയുന്ന സ്യൂഡോ ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദി ആലംബർ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ലീനിയർ മോഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റ് അനുസൃതമായിട്ട് മറ്റൊരു പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അസംഷനിലാണ്. വേറെ രീതി പറയുകയാണെങ്കിൽ ഒരു ഫുൾ റിജിഡ് ബോഡി എടുത്ത് ഒരു പോയിന്റ് കുത്തി ആ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിജിഡ് ബോഡിയിലെ ഓരോ പോയിന്റുകളും വിത്ത് റെസ്പെക്ട് ടു ഈ ഒറിജിൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റിന് അനുസൃതമായി നോക്കിക്കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ആ പാത്തുകളെ ഓരോ പോയിന്റുകളെയും നമുക്ക് സർക്കുലർ മോഷൻ ട്രാവേഴ്സ് ചെയ്യുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല പറയുന്നത്, ആംഗിൾ ആണ് പറയുന്നത്. കാരണം എന്താ, ഡിസ്പ്ലേസ്മെന്റ് പാർട്ടിക്കിൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് ദൂരം കൂടുന്നതനുസരിച്ച് ആ പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് പെർ ടൈം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കംപ്ലീറ്റ് ബോഡി ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റില്ല. കംപ്ലീറ്റ് ബോഡി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനമാണ് എത്ര ആംഗിൾ ഒരു സെക്കൻഡിൽ ട്രാവേഴ്സ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ റൊട്ടേറ്റിംഗ് ആക്സിസ്. അതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. നൗ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം, അല്ലെങ്കിൽ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് വെരി സ്മോൾ ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് നമ്മൾ തീറ്റയിൽ മാറ്റുന്നു. ഇത്ര ആംഗിൾ തീറ്റ ഒരു വളരെ ചെറിയ സമയത്ത് ട്രാവേഴ്സ് ചെയ്തു, ഒമേഗ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. അതുപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ മാറുവാണ്, ആ കറങ്ങുന്നതിന്റെ സ്പീഡാണ് ഒമേഗ. ഓക്കെ, ആ സ്പീഡ് മാറുവാണ്, അതായത് ഫാൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങി 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 ഒരു സ്പീഡ് വരുത്തുമല്ലോ. അപ്പം ആ ഒരു ചേഞ്ച് വരുമ്പോൾ, ആ ഒരു ഒമേഗയുടെ മാറ്റം വരുമ്പോൾ, സീറോയിൽ നിന്ന് വെലോസിറ്റി കൂടി കൂടി വരുമ്പോൾ നമുക്ക് ആംഗുലർ ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ നിർത്തുമ്പോൾ ആംഗുലർ ഡീസലറേഷൻ ഉണ്ടെന്നും പറയാം. അതിനെ നമുക്ക് ഡി ഒമേഗ ബൈ ഡി ടി എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇത് വെച്ച് നമുക്ക് നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ പറയുന്ന മാറ്റങ്ങൾ, എസിന് പകരം തീറ്റ കൊടുക്കുക, യുവിന് പകരം ഒമേഗ 1 ഇനിഷ്യൽ ഒമേഗ, വിന് പകരം ഫൈനൽ വെലോസിറ്റി പകരം ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 2, എക്ക് പകരം ആൽഫ, എമ്മിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ, എഫിന് പകരം ടോർക്ക്, ഇതെല്ലാം കൊടുത്താൽ മാത്രം മതി. അപ്പം എഫ് ഇസിക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും, എഫ് ഇസിക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ മാറി ടോ ഇസിക്വൽ ടു ഐ ആൽഫ എന്ന് വരും. ഓക്കെ, കുറച്ച് ഇക്വേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ഫുള്ള് പറഞ്ഞാണ്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. ഇനി ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനകത്ത് നമുക്ക് കുറച്ച് ഇൻപുട്ടുകൾ നമുക്ക് എക്സ്ട്രാ എടുക്കണം, കുറച്ച് എക്സ്ട്രാ ഇൻപുട്ടുകൾ നമ്മൾ എടുക്കണം. കാരണം സർക്കുലർ മോഷനകത്ത് നമ്മൾ ലീനിയർ മോഷനിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് സംഭവങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓരോ പാർട്ടിക്കിളിനും എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഞാൻ പറഞ്ഞു ഒരു പോയിന്റിന് ആംഗുലർ വെലോസിറ്റി ആണ്, ആ വേറൊരു പോയിന്റ് എടുത്താൽ അതിനും സെയിം ആംഗുലർ വെലോസിറ്റി ആയിരിക്കും, പക്ഷേ ലീനിയർ വെലോസിറ്റി മാറ്റം ഉണ്ടായിരിക്കും, കാരണം ഡിസ്റ്റൻസ് മാറുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഓരോ പോയിന്റുകൾക്കുള്ള ലീനിയർ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒമേഗ എല്ലാ പോയിന്റും സെയിം ആയിരിക്കും ഇഫ് ഇറ്റ് ഇസ് എൻ യൂണിഫോം സർക്കുലർ മോഷൻ. ആ കേസിൽ നമുക്ക് വെലോസിറ്റി മാറുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒമേഗ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, ഒമേഗ ഇൻറ്റു ആർ. അപ്പോൾ നമുക്ക് ആ പോയിന്റിലുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റി കിട്ടും. ഉദാഹരണത്തിന് ആർ എന്ന് പറയുന്ന ഒരു ഇതുള്ള ഡിസ്റ്റൻസിൽ കറങ്ങുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിന് ഈ പോയിന്റിലുള്ള വെലോസിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിലെ വെലോസിറ്റി ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും. അതിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ ടൈംസ് ആർ ആയിരിക്കും, സ്മോൾ ആർ ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ആണെന്ന് ജസ്റ്റ് എഴുതിയേക്കുന്നുള്ളൂ, ജസ്റ്റ് കൺവെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ടാൻജൻഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആംഗുലർ ആക്സിലറേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. അത് ആൽഫ എന്നുള്ള രീതിയിൽ നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ആർ ആണ്. നേരത്തെ പറഞ്ഞ ടാൻജൻഷ്യൽ വെലോസിറ്റി പോലെ തന്നെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, അതായത് ഒമേഗ മാറുന്നെങ്കിൽ, ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നെങ്കിൽ നമുക്ക്
മാഗ്നിറ്റ്യൂഡ് മാറുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു സെറ്റപ്പ് ആൽഫ ആർ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലാത്ത ഒരു പക്ഷം അല്ലെങ്കിൽ അതൊരു യൂണിഫോം ആയിട്ട് ഒരു പർട്ടിക്കുലർ ഒമേഗ തന്നെ കണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്കാണെന്നെങ്കിൽ സാധാരണ ഒരു യൂണിഫോം സ്പീഡിൽ പോണ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനുള്ള ബോഡിക്ക് ആക്സലറേഷൻ കാണുമെന്ന് നമുക്കറിയാം. പക്ഷേ സർക്കുലർ മോഷനിൽ യൂണിഫോം ആയിട്ട് സ്പീഡുള്ള ഒരു ബോഡിക്ക് ആക്സലറേഷൻ സ്റ്റിൽ ഉണ്ടാവും. അത് വെലോസിറ്റി മാറുന്നെങ്കിൽ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി മാറുന്നു ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ആംഗുലർ ആക്സലറേഷൻ ഉണ്ടാവും. പക്ഷേ ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആവുന്നതിന്റെ കൂടി തന്നെ അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷൻ പറയുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. അതിനെ നമുക്ക് റേഡിയൽ ആക്സലറേഷൻ എന്നും വിളിക്കാം. what that does is magnitude of the velocity മാറുന്നില്ല, ഓരോ പോയിന്റും മാറുന്നില്ല നമുക്കറിയാം. പക്ഷേ സർക്കുലർ മോഷനിൽ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ വ്യത്യാസപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ the change happens in the direction of the velocity each second. അതായത് ഞാൻ ഒരു യൂണിഫോം സ്പീഡിൽ യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ പോലും ഈ പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയും ഈ പോയിന്റ് ഉണ്ടാകുന്ന വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും. അപ്പം ഓരോ പോയിന്റും ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. That is due to some sort of thing is called centripetal acceleration or radial acceleration. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഒമേഗ സ്ക്വയർ ആർ. ഇവിടെയും ആറ് കൂടുന്നതിനനുസരിച്ച് ആ പറയുന്ന സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒമേഗയ്ക്ക് അനുസരിച്ചും കൂടുന്നുണ്ട്. ഒമേഗയ്ക്ക് അനുസരിച്ച് കൂടുന്നത് ഒരു സ്ക്വയർ ഫാഷനിലാണ്. അതായത് ഒമേഗ 2 ആകുമ്പം 4 ടൈംസ് ആണ് അത് മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു 3 ആകുമ്പോൾ 9 ടൈംസ് ആണ് മാറുന്നത്. അപ്പം ആ ഒരു സ്ക്വയർ ഫാഷനിലാണ് അത് മാറുന്നത്. എനിവേ എ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈ പറഞ്ഞ റേഡിയൽ ആയിട്ടുള്ള സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ ആൽഫ ആറും ആയിരിക്കും, ഇതിന്റെ വാല്യൂ ഒമേഗ സ്ക്വയർ ആറും ആയിരിക്കും. ആക്സലറേഷൻ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കണം. ഏതോ ഒരു റൊട്ടേഷൻ മാഗ്നിറ്റ്യൂഡ് കൂടുന്നെങ്കിൽ നമുക്കറിയാം ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ആൽഫ ആർ ഉണ്ടാകുന്നത്. ആ ഫോഴ്സ് എം ആൽഫ ആർ എന്ന് പറയാം. പക്ഷേ വെറുതെ ഒരു സ്പീഡ് കൂടാതെ ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി കറങ്ങുന്ന ഒരു ബോഡിക്കും ഞാൻ പറയുന്നു ആംഗുലർ ആക്സലറേഷൻ റേഡിയൽ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റന്റ് സ്പീഡിൽ കറങ്ങുമ്പോൾ പോലും നമ്മളൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബോൾ ഇങ്ങനെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ബോളിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റും ഇവിടെ ബോൾ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇവിടെ ബോൾ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇവിടെ ബോൾ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എം ഇൻറ്റു ഈ പറഞ്ഞ ഒമേഗ സ്ക്വയർ ആർ, നമുക്ക് എം വി സ്ക്വയർ ബൈ ആർ എന്ന് വിളിക്കാം. ഈ ഒമേഗ സ്ക്വയർ ബൈ ആറിനെ തന്നെ നമുക്ക് വി സ്ക്വയർ ബൈ ആർ എന്ന് വിളിക്കാം. ഈ ആറ് ഇവിടെ സ്മോളും ഞാൻ ക്യാപിറ്റലൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കണം. ഞാൻ ഒന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലായിടത്തും. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ആർ എന്ന് തെറ്റുണ്ടാവില്ല. അപ്പോൾ ഓക്കെ ആണല്ലോ. അതാണ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ പോയിന്റിന് സർക്കുലർ മോഷനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് സർക്കുലർ മോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിൻ സർക്കുലർ മോഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ നടന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹൊറിസോണ്ടൽ ഒരു എന്താ പറയുക ഒരു ടേബിളിന്റെ മേളിൽ ഫ്രിക്ഷനും എയർ റെസിസ്റ്റൻസും ഉള്ള ടേബിളിന്റെ മേളിൽ വെച്ച് കറങ്ങിക്കൊണ്ടിരുന്നാൽ ഗ്രാവിറ്റി എല്ലാ പോയിന്റിലും താഴോട്ട് തന്നെ ആക്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റിയാക്ഷൻ ഫോഴ്സ്, ഇതാ ടേബിൾ എങ്കിൽ ഇവിടെ ബോൾ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്നാലും എല്ലാം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴോട്ട് തന്നെ ആയിരിക്കും. ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കറസ്പോണ്ടിങ് ആയിട്ടൊരു റിയാക്ഷൻ ഫോഴ്സ് നമ്മുടെ ഭിത്തി അല്ലെങ്കിൽ നമ്മുടെ തറ മുകളിലോട്ട് കൊടുക്കും. അത് രണ്ടും കൂടി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. അതിന് നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല നമ്മുടെ കാൽക്കുലേഷനകത്ത്. പക്ഷേ വെർട്ടിക്കലായിട്ട് കറങ്ങുമ്പോൾ അങ്ങനെയല്ല. എം ജിയുടെ വാല്യൂ ഓരോ പോയിന്റിലും പല തരത്തോട്ടാണ്, പല ഡയറക്ഷനിലോട്ടാണ്. ആൻഡ് ദാറ്റ് വിൽ കം ഇൻ ടു ദ പിക്ചർ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെ അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എങ്ങനെ അത് അനലൈസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഇതിന് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്. നമുക്ക് ഈ കേസിൽ ഡി ആലംബർട്ട് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഈ ബോൾ 4 പോയിന്റ് ഇരിക്കുകയാണ്. ഈ 4 പോയിന്റിലും ഈ ബോളിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ 4 രീതിയിലാണ്. ഈ ഈ ഈ ബോളിൽ ഈ പോയിന്റ് വെച്ച് ഞാൻ ഈ ബോളിന് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാണ്. ഓക്കെ, ഈ ബോഡിയിൽ ഞാൻ ഇതിന് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ ഞാനാണ് ആ ബോൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം. ഞാൻ താഴോട്ട് ഇങ്ങനെ കറക്കുമ്പോൾ ഞാൻ മേളിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ബോഡി എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വലിക്കുന്നു, ടെൻഷൻ താഴോട്ട്, കാരണം ടെൻഷൻ മുകളിലോട്ട് കൊടുക്കാൻ പറ്റില്ല. സ്ട്രിങ്ങിന് വലിക്കാനേ പറ്റില്ല, സ്ട്രിങ്ങിന് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം താഴോട്ട് ടെൻഷനും ഉണ്ട്, താഴോട്ട് എം ജി ഉണ്ട്. പക്ഷേ ഞാൻ താഴോട്ട് വരുന്നില്ല. അതെന്താ അങ്ങനെ വരരുതല്ലോ.
അങ്ങനെ വരുന്നല്ലോ അല്ലേ? ടിയും താഴോട്ട് എം ജിയും താഴോട്ട്, എന്നിട്ട് ഞാൻ എങ്ങനെ ഞാൻ വീണ്ടും മുകളിൽ തന്നെ നിൽക്കുന്നു? ഞാൻ എന്തുകൊണ്ട് താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഡിയാലംബർ പ്രിൻസിപ്പിൾ തന്നെയാണെന്ന് പറയുന്നത്. ഈ സംഭവം, ഈ പറയുന്ന സിസ്റ്റം ഇറ്റ്സ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലല്ല. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രം നമുക്ക് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 എന്ന് വിളിക്കാൻ പറ്റും. ഇത് ഇക്വിലിബ്രിയത്തിലല്ല, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ്. അപ്പൊ അതിനകത്ത് വേറെ പല കൺസെപ്റ്റുകളും വരും. മനസ്സിലായോ? ഈ കേസിൽ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈ പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ടെൻഷൻ താഴോട്ടുണ്ട്, എം ജി താഴോട്ടുണ്ട്. അപ്പം ഈ ടെൻഷൻ താഴോട്ടുണ്ട്, എം ജി താഴോട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ പോയിന്റിലും ബോളിന് ആക്സിലറേഷൻ ഉണ്ട്, റേഡിയൽ ആക്സിലറേഷൻ ഉണ്ട്. റേഡിയൽ ആക്സിലറേഷൻ താഴോട്ടാണ് റേഡിയൽ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ഈ റേഡിയൽ ആക്സിലറേഷൻ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാസ് ഇൻറ്റു ആ റേഡിയൽ ആക്സിലറേഷന്റെ വാല്യൂ വെച്ച് ഞാനൊരു സ്യൂഡോ ഫോഴ്സ് അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പറയാൻ പറ്റൂ. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയും. ആ കണ്ടീഷൻ നമുക്ക് ഇതിനെ പറയാൻ പറ്റി നമുക്ക് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 എന്ന് ഉള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ ഓക്കെ ശരി. അപ്പം അത് ആണ് അതിൻ്റെ ബേസിക്സ്. നമുക്ക് ഈ ഒരു പോയിന്റ് എയിലെ ഫോഴ്സ് അനലൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഫോഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഈ പോയിന്റ് എനിക്ക് ഈ ഒരു നമ്മുടെ ബോഡിയുടെ ഒരു മാസ് ഉണ്ട്, എം ഉണ്ട്. ഈ ബോഡിക്ക് ഞാൻ താഴോട്ട് എം ജി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ടെൻഷൻ മേലോട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഈ തൽക്കാലം ഞാൻ ഇത് പറയുന്നില്ല, കാരണം ടെൻഷൻ ഇപ്പം ഞാൻ വെറുതെ ഈ ബോൾ വെറുതെ അവിടെ നിൽക്കുവായിരുന്നെങ്കിൽ ആ ടെൻഷൻ എം ജിക്ക് ഇക്വലന്റ് ആയിരുന്നു. കാരണം എം ജി ഇക്വൽ ടു ടി ആയിട്ട് അവിടെ വെറുതെ മൂടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു റേഡിയൽ ആക്സിലറേഷൻ ഉണ്ട്. റേഡിയൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മേലോട്ടാണ്. അപ്പം റേഡിയൽ ആക്സിലറേഷൻ ഡയറക്ഷൻ മേലോട്ടാകുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ എന്താണ്? റേഡിയൽ ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അപ്പൊ ഈ വി സ്ക്വയർ ബൈ ആർ ഉള്ളതുകൊണ്ട് ഇതിപ്പോ ഡൈനാമിക്സ് ആണ്. നമുക്ക് സ്റ്റാറ്റിക്സ് ആക്കണം. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എം, ഇതിന്റെ തന്നെ മാസ് എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഒരു ഫോഴ്സും കൂടെ എം ജിയുടെ കൂടെ താഴോട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാം. അതായത് ഇതിന്റെ കൂടെ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. ആ ഫോഴ്സിന്റെ പേരാണ് എം വി സ്ക്വയർ ബൈ ആർ. അതിനുശേഷം ഇപ്പം ഈ ബോഡിയിൽ ഉണ്ടാകുന്ന സാധനവും പിന്നെ ഇതിന്റെ ബാക്കിലുള്ള ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പൊ ടെൻഷനും എം ജിയും എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞ സ്യൂഡോ ഫോഴ്സും കൂടെ ചേർന്നത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത്. അതായത് നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി. മനസ്സിലായോ? സിമ്പിളായിട്ട് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ കാര്യം. അത് കണക്ക് നമുക്ക് പോയിന്റ് ബിയിലും പോയിന്റ് സിയിലും ഇതെല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്കുക. പോയിന്റ് ബിയിലെ അവസ്ഥ എന്താണ്, പോയിന്റ് സിയിലെ അവസ്ഥ എന്താണ്, പോയിന്റ് ഡിയിലെ അവസ്ഥ എന്താണ്, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്കും. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റിലേക്ക് വീണ്ടും വരാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഈ ബോൾ ഇവിടെ വെറുതെ നിൽക്കുമായിരുന്നെങ്കിൽ താഴോട്ടും ടെൻഷൻ, താഴോട്ട് എം ജി ഉണ്ട്, താഴോട്ട് ഇത് പോയേനെ. എന്നാൽ അത് താഴോട്ട് പോകണില്ല. അതിന്റെ റീസൺ എന്താ? തീർച്ചയായിട്ടും അതിനൊരു മോഷൻ ഉണ്ട്, ഒരു വെലോസിറ്റി അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ വെലോസിറ്റി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ ഓഫ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ is proportional to v square, mv square by r, എന്ന് പറയുന്നത്. അപ്പം വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ആണ് ഈ സാധനം. അപ്പം വെലോസിറ്റി അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉള്ളത്. വെലോസിറ്റി ഇല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല. അപ്പം ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പം ഒരു മിനിമം വെലോസിറ്റി ഉണ്ടെങ്കിലേ ഒരു മിനിമം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ സാധനത്തിന് കറങ്ങി ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ആ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. For rotation to continue in the topmost point, we can say t should be greater than or equal to 0. അതായത് ഞാൻ ഇവിടെ വെറുതെ എം ജി ഒരു ബോൾ വെറുതെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വെക്കുക. വെറുതെ ഒരു ബോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ട്രിങ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെൻഷന്റെ ഫോഴ്സ് ആക്റ്റീവ് ഇല്ല, കാരണം എം ജി താഴോട്ടാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ടെൻഷൻ ഇല്ല. ആ ബോൾ ആ സ്ട്രിങ് വളഞ്ഞ് താഴോട്ട് വരും. അപ്പം അവിടെ എം ജി മാത്രം ആക്റ്റീവ് ഉണ്ട്. ഈ കേസിൽ എന്തെങ്കിലും ഒരു ടി ഉണ്ടെങ്കിലാണ് ഒരു ഫുൾ ഉള്ളിലോട്ട് അങ്ങോട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു നേരത്തെ പറഞ്ഞ ഒരു സ്യൂഡോ ഫോഴ്സ് അങ്ങോട്ടുണ്ടെന്ന് പറയാൻ പറ്റും. നമ്മളിത് കറങ്ങുള്ളൂ, ഇതിങ്ങനെ കറങ്ങുള്ളൂ. അപ്പം ടെൻഷൻ, എന്തെങ്കിലും ഒരു ടെൻഷൻ അവിടെ വേണം. അതാണ് ആ ബോൾ മേളിൽ നിൽക്കാൻ അല്ലെങ്കിൽ മേളിലൂടെ കറങ്ങി പോകാനുള്ള, അല്ലെങ്കിൽ ആ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ അത് ട്രാവേഴ്സ് ചെയ്യാനുള്ള കണ്ടീഷൻ. അതായത് ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നൗ നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച കാര്യമാണ്.
എം ബി സ്ക്വയർ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ല, കാരണം ഇവിടെ ഡയറക്ഷൻ റിവേഴ്സ് ആണ്. എം ജി താഴോട്ടാണ്, മുകളിലോട്ടാണ് എന്ത് പോണത്, സോറി എം ജി താഴോട്ടാണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷനും താഴോട്ടാണ്, അപ്പം മേലോട്ടാണ് നമ്മുടെ എന്ത്, നമ്മുടെ ഫോഴ്സ്. അപ്പം ഈ മൂന്ന് നമ്മൾ ഇവിടെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു FPD വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും ചെയ്തു തരുന്നില്ല. അങ്ങനെ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എം ബി സ്ക്വയർ ബൈ ആർ മൈനസ് എം ജി എന്ന് പറയുന്നതാണ് ടി. ഇതാണ് ടി. എം ബി സ്ക്വയർ ബൈ ആർ മൈനസ് എന്ന് പറയുന്നത് ടി. ആ ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എം ബി സ്ക്വയർ ബൈ ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ജി. അത് നമുക്ക് വെറുതെ ഒന്ന് മനസ്സിലാക്കിയാലും മതി. കാരണം സെൻട്രിപിറ്റൽ ഫോഴ്സ്, ആ മാസിനെ അവിടെ നിർത്താൻ വേണ്ടിയുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ അതിന് വേണം. അറ്റ്ലീസ്റ്റ് ആ മാസ് താഴോട്ടുള്ളത് അതിന് നിർത്താനുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ്, അതിനേക്കാളും കൂടുതലൊന്നും കുഴപ്പമില്ല, കുറച്ച് ടെൻഷൻ കൂടുന്നേ ഉള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഇല്ലെങ്കിൽ അത് ഫുള്ള് കറങ്ങി പോകില്ല. അതാണ് എം ബി സ്ക്വയർ ബൈ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സോറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ജി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വി കണ്ടുപിടിക്കാം, സിമ്പിളായി കണ്ടുപിടിക്കാം. വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ആർ. അത് അറ്റ്ലീസ്റ്റ് റൂട്ട് ഓഫ് ജി ആർ എന്ന് പറയുന്ന വെലോസിറ്റി ആ ബോളിന്റെ മേളിലില്ലെങ്കിൽ, മേൽ പോയിന്റിൽ ഇല്ലെങ്കിൽ ആ ബോൾ സർക്കുലർ മോഷൻ ട്രാവേഴ്സ് ചെയ്യില്ല ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്ക് ചോദിക്കാം, ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി അതിന് ഏറ്റവും താഴത്തെ പോയിന്റ് എന്ന് മാത്രം വെലോസിറ്റി വേണ്ടി, താഴത്തെ പോയിന്റ് എന്ന് മാത്രം വെലോസിറ്റി നമുക്ക് അതിന് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അതിന് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? സ്വയം കണ്ടുപിടിച്ച് നോക്കൂ, നമുക്ക് അതിനൊരു ഉത്തരം പറയാം. പോസ് ചെയ്ത് വെച്ചിട്ട് സ്വയം കണ്ടുപിടിച്ച് നോക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, ഈ സാധനം മേളിൽ നമുക്ക് ഇതാണ് താഴെ ഈ പറയുന്ന റൂട്ട് ഓഫ് ജി ആർ എന്തായാലും വേണമെന്ന് നമുക്കറിയാം. മേളിൽ റൂട്ട് ഓഫ് ജി ആർ തന്നെ വേണമെന്നില്ല. ഞാൻ പറഞ്ഞത് എത്ര വെലോസിറ്റി താഴെ നമ്മൾ മൂവ് ചെയ്താൽ മേളിൽ ഈ റൂട്ട് ഓഫ് ജി ആർ ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചാൽ. അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. താഴെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു മേളിൽ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി. അതായത് ടോട്ടൽ എനർജി ഓഫ് ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഓഫ് എ. ബി എന്ന് പറയുന്ന പോയിന്റ് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഇത് 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ, ഈ ഒരു ഡേറ്റം 0 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു 2R, ഇവിടെ ആർ ഇവിടെ ആർ, എം ജി ഇൻറ്റു 2R ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പിന്നെ മേളിലുള്ള കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഹാഫ് എം ഇൻറ്റു ബി സ്ക്വയർ ആണ്. ഈ എന്നുള്ള റൂട്ട് ഓഫ് ജി ആർ ആണ് നമുക്കറിയാം. അപ്പം കൈനറ്റിക് എനർജി സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു താഴത്തെ കൈനറ്റിക് എനർജി ഹാഫ് ഓം വി എ സ്ക്വയർ. അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വിയുടെ വാല്യൂ റൂട്ട് ഓഫ് 5 GR എന്ന് കിട്ടും. അതായത് റൂട്ട് ഓഫ് 5 GR എങ്കിലും താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്ക് മേളിലെ റൂട്ട് ഓഫ് ജി ആർ കിട്ടുള്ളൂ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ 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 സിമ്പിൾ ആയ കാര്യം. സോ അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡി-ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ വെച്ച് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇനി അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പഠിച്ചു, സർക്കുലർ മോഷൻ പഠിച്ചു. അടുത്ത നമുക്ക് കർവി ലീനിയർ മോഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കർവി ലീനിയർ മോഷൻ. ഇവിടെ സർക്കുലർ മോഷനും ലീനിയർ മോഷനും കോമ്പിനേഷൻ കർവി ലീനിയർ മോഷൻ വിളിക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മോഷൻ, ഒരു പാത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ കുറച്ച് കർവിങ് ആണ്. ഇപ്പോൾ സർക്കുലർ മോഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, അസ്യൂം ചെയ്യാം. ഇവിടെ നമുക്ക് ലീനിയർ മോഷൻ അസ്യൂം ചെയ്യാം. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് കർവി ലീനിയർ മോഷൻ വിളിക്കാനായിട്ട് പറ്റുന്നത്. ഒരു കർവി ലീനിയർ മോഷന് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷനും നമ്മുടെ നോർമൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനും, രണ്ട് ആക്സിലറേഷൻ്റെയും കൂടെ ഒരു സം ആയിരിക്കും അതിനകത്തുള്ള സർക്കുലർ മോഷൻ. കർവി ലീനിയർ മോഷനകത്ത് തന്നെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ടാവും, സർക്കുലർ മോഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ സർക്കുലർ മോഷനകത്ത് ടാൻജൻഷ്യലും നോർമലും ആയിട്ടുള്ള, റേഡിയൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ആയിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഒന്ന് dv/dt ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചേഞ്ച് ഇൻ മാക്രോ വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന ടൈപ്പ്. മറ്റൊന്ന് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന v²/r എന്ന് പറയുന്ന ടൈപ്പ് ആക്സിലറേഷൻ. അത് r ക്യാപ്പ്, അതായത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിലോ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ തന്നെ dv/dt ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൻ്റെ ആ ഒരു ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ തന്നെ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പം രണ്ട് ടൈപ്പ് ആക്സിലറേഷനുകൾ നമുക്കുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്.
നമുക്കിതിനകത്ത് ഇനി ജനറൽ ആയിട്ടൊരു പ്ലെയിൻ മോഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു കർവ് ചെയ്യുന്ന മോഷനായിട്ട് നമുക്ക് പറയാം. ഇത് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഇതായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡി റൊട്ടേറ്റ്സ് ആസ് വെൽ ആസ് ട്രാൻസ്ലേറ്റ്സ്. നമ്മൾ ആദ്യമേ തന്നെ ഇത് പറഞ്ഞു, റോളിംഗ് വിതൗട്ട് സ്കിപ്പിംഗ് എന്നുള്ള കേസ്. അതായത് ഈ ഒരു റിജിഡ് ബോഡി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഉരുണ്ട് പോവാണ്. അതായത് ഒരു ട്രാൻസ്ലേഷനും ഉണ്ട്, എന്നാൽ അകത്ത് കറങ്ങുന്നുമുണ്ട്. ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റാണ്. അപ്പം ഈ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഈ എ ബി എന്നൊരു വര എടുത്താൽ, എ ബി എന്നൊരു വര എടുത്ത് എ എന്നും ഒ എന്നും ബി എന്നൊരു പോയിന്റ് എടുത്താൽ, ഒ എന്ന പോയിന്റിന് ട്രാൻസ്ലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം അത് കറങ്ങുന്നില്ല. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് ഈ സാധനം കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറിജിൻ കറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റിംഗ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. എയും ബിയും എടുത്താൽ എങ്ങനെയാണ്? എയും ബിയും കൃത്യമായി ഒരളവ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോഴാണ് ഈ ഒരു വര ആദ്യം ഇങ്ങോട്ട് വന്നു, അത് കഴിഞ്ഞ് ആ ആംഗിൾ ഇങ്ങനെ വളഞ്ഞു. അപ്പം ഒരു ട്രാൻസ്ലേഷൻ്റെയും റൊട്ടേഷൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഒരു ജനറൽ പ്ലെയിൻ ബോഡി, റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ റോളിങ്ങിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ കേസിൽ നമുക്ക് ലീനിയർ വെലോസിറ്റി എക്സ്പ്രഷനും കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. അതായത് വി ടോട്ടൽ അതായത് വെലോസിറ്റി ടോട്ടലിനെ നമുക്ക് ഒയുടെ വെലോസിറ്റി പ്ലസ് പി റെസ്പെക്ട് ടു ഒ, അല്ലെങ്കിൽ ആ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഒ എങ്ങനെ മാറുന്നു. അതായത് വി ലീനിയർ പ്ലസ് വി റൊട്ടേഷൻ. ആക്സലറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ എ ലീനിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻ പ്ലസ് ആക്സലറേഷൻ ഓഫ് ഡ്യൂ ടു റൊട്ടേഷൻ. അത് നമുക്ക് ആൽഫ ആർ ഒമേഗ സ്ക്വയർ ആർ എന്ന് വിളിക്കാം. കാരണം അവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷനും വീണ്ടും വരും, റേഡിയൽ ആക്സലറേഷനും വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ കൺഫ്യൂസ് ആക്കേണ്ട, നമുക്ക് ഓൾറെഡി നമുക്ക് പോയിന്റിലോട്ട് വരാം. അതിന് മുന്നേ അപ്പം അത് ഒരു മെത്തേഡാണ്. അതായത് റിലേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് നമ്മുടെ ഈ ഭാവിയിൽ ഡോം പഠിക്കുമ്പോൾ സമയത്തൊക്കെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പം എന്താണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓർ ഐ സെന്റർ? ദ പോയിന്റ് around which each and every other point can be assumed to be under pure rotation, maybe just for a moment. അതായത് ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ പോയിന്റ് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കി എല്ലാ പോയിന്റുകളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, റൊട്ടേഷൻ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പോയിന്റ് നമുക്ക് ഐ സെന്റർ എന്ന് വിളിക്കാം. ചിലപ്പോൾ ഒരു മൊമെന്റിലേക്കായിരിക്കും, ഒരു മൊമെന്റിൽ ഒരു പോയിന്റ് ഐ സെന്റർ, അടുത്ത പോയിന്റ് വേറൊരു പോയിന്റ് ഐ സെന്റർ, അടുത്ത മൊമെന്റ് വേറൊരു പോയിന്റ് ഐ സെന്റർ, അങ്ങനെയൊക്കെ വരാം. എന്തായാലും അതിനകത്തുള്ള എല്ലാ പോയിന്റുകളും റൊട്ടേഷനായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോയിന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐ സെന്റർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് പല പല വെലോസിറ്റികൾ, ഇവിടെ വി ബി എന്നൊരു വെലോസിറ്റി ഉണ്ട്, ഇതിന് ഇവിടെ വി സി എന്നൊരു വെലോസിറ്റി ഉണ്ട്, ഇവിടെ വി എ എന്നൊരു വെലോസിറ്റി, അങ്ങനെ പല ടൈപ്പ് വെലോസിറ്റികളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ വി ബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിനെ ഒറിജിനാക്കി വെച്ചുകൊണ്ട് എനിക്ക് വി ബി ഒരു പ്യുവർ റൊട്ടേഷൻ മോഷനിൽ നടക്കുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പി ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണെങ്കിൽ വി ബി അതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു പി ഒരു പ്യുവർ റൊട്ടേഷൻ മോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, സർക്കുലർ മോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ വി എ എന്ന് പറയുന്ന പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു പി നമ്മൾ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇത്തിരി വലിയ റേഡിയസ് ആണ്, ബട്ട് സ്റ്റിൽ അതൊരു പ്യുവർ റൊട്ടേഷൻ മോഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സി പോയിന്റ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഐ സെന്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇങ്ങനെ ഒരു കർവ് പോകണമെങ്കിൽ, ഒരു 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 മോഷൻ പോകണമെങ്കിൽ, അതായത് ഒരു സം സോർട്ട് ഓഫ് മോഷൻ പോകണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ രണ്ട് പോയിന്റ് നമ്മൾ ഇവിടെ നോർമൽ ആയിട്ട് പോകണം, ഇവിടെ നോർമൽ ആയിട്ട് പോകണം, ഇവിടെ നോർമൽ ആയിട്ട് പോകണം. അപ്പോൾ ഈ മൂന്ന് എല്ലാ നോർമലും ചേർന്ന് ഇരിക്കുന്ന ഒരു പോയിന്റിലേക്ക് ഇത് ഇങ്ങനെ വന്ന് നിൽക്കും. ആ ഒരു പോയിന്റ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയാം. ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ലീനിയർ മോഷൻ ആണെങ്കിൽ ആ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഈ പോയിന്റ് നേരെ താഴോട്ട് പാരലൽ ലൈനാണ്, ഇതും പാരലൽ ലൈൻ, ഇത് രണ്ടും മീറ്റ് ചെയ്യില്ല, ഇവിടെ മീറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ വിൽ ബി അറ്റ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് നമുക്ക് യൂസ്ഫുൾ ആണ് വെൻ വി ആർ അനലൈസിങ് മെക്കാനിസംസ് ഇൻ തിയറി ഓഫ് മെഷീൻസ്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കണം. ഇനി ഇവിടെ നമുക്ക് വി എ എന്ന് പറയുന്ന വെലോസിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? R1 ഇൻറ്റു ഒമേഗ. ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. കാരണം എല്ലാ ഫുൾ പാർട്ടിക്കിളും പിയുടെ ചുറ്റി റൊട്ടേറ്റ് ചെയ്യാന്നുള്ളൊരു ആസ്യൂമിഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ ഒമേഗകൾ ഓരോ പോയിന്റും സെയിം ആയിരിക്കും, എല്ലാ പോയിന്റും സെയിം ആയിരിക്കും. പക്ഷേ R1ഉം R2ഉം R3ഉം ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് വി എയും വി ബിയും വി സിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ വി എ ഇക്വൽ R1 ഒമേഗ, വി ബി ഇക്വൽ R2 ഒമേഗ, വി സി ഇക്വൽ R3 ഒമേഗ എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഒരു ഐ സെന്ററിന് എപ്പോഴും സീറോ വെലോസിറ്റി ആയിരിക്കും, പക്ഷേ സീറോ ആക്സിലറേഷൻ ആയിരിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു കോൺസെപ്റ്റാണ്, ഒരു പോയിന്റ് ആണ്. ചിലപ്പോൾ ഒരു MCQ ആയിട്ട് ഐ സെന്റർ ഹാസ് സീറോ വെലോസിറ്റി ആൻഡ് സീറോ ആക്സിലറേഷൻ, സീറോ വെലോസിറ്റി ആൻഡ് നോൺ സീറോ ആക്സിലറേഷൻ, നോൺ സീറോ വെലോസിറ്റി ആൻഡ് സീറോ ആക്സിലറേഷൻ, നോൺ സീറോ വെലോസിറ്റി ആൻഡ് നോൺ സീറോ ആക്സിലറേഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ആ സമയത്ത് നമുക്ക് എഴുതാം സീറോ വെലോസിറ്റി ആവാം, പക്ഷേ നോൺ സീറോ ആക്സിലറേഷൻ ആവാം. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റ് സെൻട്രൽ മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡ്, റിലേറ്റീവ് മെത്തേഡും ഇൻസ്റ്റൻറ്റ് സെൻട്രൽ മെത്തേഡും ഉപയോഗിച്ച് നമുക്ക് ഒരു കർവിലിനിയർ മോഷനെ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പ്രത്യേകിച്ചും റോളിംഗ് മോഷൻ്റെ കേസ് നമ്മൾ പ്രത്യേകം എടുത്ത് വെച്ച് പറഞ്ഞു. ഇനി ഈ നമ്മൾ ആവറേജ് വെലോസിറ്റി മെത്തേഡിൽ നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ റോളിംഗ് മോഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ റോളിംഗ് മോഷൻ നമുക്ക് ഐസൻസ് മെത്തേഡ് വെച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു റോളിംഗ് മോഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ റോളിംഗ് മോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഓരോ സമയത്തും ആ ഒരു ബോൾ അല്ലെങ്കിൽ ആ ഒരു റോളർ ബോളിൻ്റെ താഴത്തെ പോയിന്റ് എപ്പോഴും വെലോസിറ്റി സീറോ ആയിരിക്കും. അതൊരു കൺസെപ്റ്റാണ്. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ ഇതിപ്പോൾ പി സീറോ വെലോസിറ്റി, അതിന് അടുത്ത സെക്കൻഡ് ഈ പോയിന്റ് വരുന്ന വെച്ച് താഴെ, അപ്പോൾ അത് സീറോ വെലോസിറ്റി ആവും. അടുത്ത ഈ പോയിന്റ് സീറോ വെലോസിറ്റി, ഈ പോയിന്റ് സീറോ വെലോസിറ്റി, ഈ പോയിന്റ് സീറോ വെലോസിറ്റി, താഴോട്ട് ഈ താഴെ ടച്ച് ചെയ്യുന്ന പോയിന്റുകളെല്ലാം സീറോ വെലോസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സീറോ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഐ സെന്റർ എന്ന് വിളിക്കാനും പറ്റും. ഓക്കെ, ഒരു മൊമെന്റ് ബേസിൽ താഴത്തെ പോയിന്റ് ആയിരിക്കും ഐ സെന്റർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഐ സെന്റർ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന, ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് കേട്ടോ, ഇങ്ങനെ കറങ്ങുന്ന കേസാണെങ്കിൽ ഇതൊരു വി ട്രാൻസ്ലേഷൻ വെലോസിറ്റിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്ലേഷൻ സ്പീഡ് വി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറോ ആണെങ്കിൽ, ഈ പോയിന്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ, ഈ പോയിന്റ് വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും വി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി എ ആണ്, വി എ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ പി. കാരണം ഒമേഗ സെയിം ആണ് വിത്ത് റെസ്പെക്ട് ടു ഇൻസ്റ്റന്റേനിയസ് സെന്റർ, അപ്പോൾ ഒമേഗ ഇൻറ്റു എ പി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ അപ്പം എന്ത് പറ്റും, ബിയുടെ അവസ്ഥ എന്താവും, ബിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വി ബി നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒമേഗ ഇൻറ്റു ബി പി ചെയ്ത് കൊടുത്താൽ മതി. അതായത് വി എന്ന് പറഞ്ഞാൽ ഓൾറെഡി വി ആണ്, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു എ പി ആണ്. ഓക്കെ, കാരണം ട്രാൻസ്ലേഷൻ വെലോസിറ്റി. അതുപോലെ തന്നെ ഒമേഗ ഇൻറ്റു ബി പി യെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ബി ബി എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ബി പി എന്ന് പറഞ്ഞാൽ എന്താ, ബി പി എന്ന് പറഞ്ഞാൽ എന്താ, ബി പി എന്ന് പറഞ്ഞാൽ എ പി ഇൻറ്റു ടു, അല്ലെങ്കിൽ എ ബി ഇൻറ്റു ടു. അപ്പോൾ ടു ഇൻറ്റു എ പി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടു ഇൻറ്റു ഒമേഗ എ പി എന്ന് പറയാം. ഒമേഗ എ പി ഓൾറെഡി ബി ആയതുകൊണ്ട് ടു ബി എന്ന് പറയാം. അതുകൊണ്ട് ഒരു പോയിന്റ് റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി എത്രയാണോ അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും അതിൻ്റെ ഏറ്റവും മേളിലത്തെ വെലോസിറ്റി, 2v ആയിരിക്കും. അതൊരു കൺസെപ്റ്റാണ്. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ആ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എ സർക്കുലർ ഡിസ്ക് ഓഫ് എ റേഡിയസ് ആർ, ഒരു സർക്കുലർ ഡിസ്ക് ആണ്, റേഡിയസ് ആർ ആണ്, റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, സ്ലിപ്പ് ചെയ്യാതെ പ്യുവർ റോളിംഗ് ആണ്, തെന്നുന്നില്ല, പ്യുവർ റോളിംഗ് ആയിട്ട് പോവാണ്. അറ്റ് എ വെലോസിറ്റി വി, ട്രാൻസ്ലേഷൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, വി ആണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് പി, 30 ഡിഗ്രി വളഞ്ഞിരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, പ്രത്യേകം പറയാം മാഗ്നിറ്റ്യൂഡ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും എല്ലാം ക്ലിയർ ആയിട്ട് വായിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി എത്ര എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്, ചെയ്ത് നോക്കൂ, കിട്ടുമോ എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, നിങ്ങൾ ശ്രമിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി വി എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്, വി എന്ന് പറയുന്ന വെലോസിറ്റി ഇവിടെ ഉണ്ട്, ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ഒമേഗയാണ് വി, അപ്പോൾ നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗ എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് വരും. ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ഒ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത് വി പി, പി എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി എന്താണ്? എനിവേ അതെന്തായിരിക്കും, ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഐ പി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ്, ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ഐ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ ഒമേഗ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ വി പി കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, മേളത്തെ പോയിന്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്താ, ഒമേഗ വെച്ച് ഈ പോയിന്റിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം, മൾട്ടിപ്ലൈ ചെയ്യാം ഒമേഗ വെച്ച്. ഒമേഗ ഓൾറെഡി നമുക്കറിയാം വി ഡിവൈഡഡ് ബൈ ഐ ഒ. ഇനി ഈ ഐ പി എങ്ങനെ കണ്ടുപിടിക്കാം? മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് ആറാണ്, ഇതും ആറാണ്, ഇത് എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആറിനെ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആറിൻ്റെ കമ്പോണൻസ് എടുക്കാം.
ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ ഇവിടെയും കാരണം 30 ഡിഗ്രി ഇവിടെയാണല്ലോ, 30 ഡിഗ്രി ഇവിടെ ആയതുകൊണ്ട് 30 ഡിഗ്രിയോട് ചേർന്ന് നിൽക്കുന്ന സൈഡായിരിക്കും ആർ കോസ് തീറ്റ. ഇത് ആർ കോസ് തീറ്റ ആയിരിക്കും ഇത്രയും ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് ആർ കോസ് തീറ്റ ആയിരിക്കും. അത് തന്നെ മേളിലും വരും, ആർ കോസ് തീറ്റ വരും. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റ ആയിരിക്കും, അത് തന്നെ ഇവിടെയും വരും. അപ്പം ഇത് ആർ സൈൻ 30, ഇത് ആർ കോസ് 30, ഇത് ആർ. അപ്പം ആർ പ്ലസ് ആർ സൈൻ 30യും ആർ കോസ് 30യും കൂടെ ചേരുന്ന ഒരു എന്താ പെർപെൻഡിക്കുലർ ഒരു പൈതഗോറിയൻ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് ആണ് ഐ പി. അതായത് റൂട്ട് ഓഫ് ഈ സാധനം ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈ സാധനം സ്ക്വയർ. പിന്നെ അതെല്ലാം കൂടെ ചെയ്യുന്നില്ല. സൈൻ 30 കോസ് 30 വാല്യൂ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും റൂട്ട് ഓഫ് 3r ഐ പി. ആ ഐ പിനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് 3r എന്ന് പറഞ്ഞ സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഓൾറെഡി കിട്ടും വി പി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3v ആണ് എന്ന് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അത് ഫസ്റ്റ് മെത്തേഡ്. ഇനി അടുത്ത നമുക്ക് എന്ത് വേണം, വേറൊരു മെത്തേഡുണ്ട്, നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റിൽ ഒരു ലീനിയർ വെലോസിറ്റി ഉണ്ട്. ഈ പോയിന്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ലീനിയർ വെലോസിറ്റി ഉണ്ട്, അത് മാറുന്നില്ല, വി വെലോസിറ്റി തന്നെയാണ്. പക്ഷേ ടാൻജൻഷ്യൽ ആയിട്ട് ഒരു വി റൊട്ടേഷനും കൂടെ ഉണ്ട്. ഈ ലീനിയർ വി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വി റൊട്ടേഷൻ എന്താണ്, വി റൊട്ടേഷൻ എന്താണ്, വി റൊട്ടേഷൻ എന്താണ്? വി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഒമേഗയാണ്, ആർ ഒമേഗയാണ്. ആൻഡ് സ്റ്റിൽ വി ഓൾസോ നോ ദാറ്റ് ഈ ആർ ഒമേഗ ഇവിടുത്തെ ആർ ഒമേഗ ഉണ്ടല്ലോ, ഇതേ ആർ ഒമേഗ തന്നെയാണ് ഇവിടുത്തെ ആർ ഒമേഗ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസിഡന്റ് സെന്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഒമേഗ വി ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻസിഡന്റ് സെന്റർ വെച്ച് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ആർ ഒമേഗ എന്താണ്, വി ആണ്. അപ്പം ആർ ഒമേഗ ഇവിടെ വി ആണ്, ഇവിടെയും ആർ ഒമേഗയാണ്. ഈ രണ്ടും ഒന്നാന്നല്ല ഞാൻ പറഞ്ഞത്, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ആർ ഒമേഗ വി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ നമ്മൾ കണ്ടുപിടിച്ച് ആ ഒമേഗ ഇൻറ്റു ഈ ഇത്രയും ഈ ആർ ചെയ്താൽ നമുക്ക് വി കിട്ടും. ആ സാധനവും സെയിം ആണ്. വി റൊട്ടേഷൻ അഗൈൻ ബിക്കംസ് ആർ ഒമേഗ വി. അപ്പോൾ ഒരു വിയും വേറൊരു വിയും കൂടെ 60 ഡിഗ്രി ആംഗിൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് 2v² കോസ് 60, അതായത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ, ആ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം റൂട്ട് ഓഫ് 3 എന്ന് കിട്ടും. ഇതിനകത്ത് ഏതാണ് ഈസി മെത്തേഡ്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ്, അത് നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സംതിങ് ഇമ്പോർട്ടൻ്റ് ആണിത്, വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എ റോളർ ഓഫ് ഡയമീറ്റർ 200 mm 200 mm rolls without slipping between two horizontal strips moving in opposite direction as shown in figure. The instantaneous center of rotation of rollers lie on the line PQ at a distance from Q is. അതായത് ഇത് ചോദിച്ചേക്കുന്നത് വളരെ സിമ്പിളാണ്. ചോദിച്ചേക്കുന്നത് വെച്ചാൽ ഒരു റോളറിന് ഡയമീറ്റർ 200 mm, ഇതിൻ്റെ ഡയമീറ്റർ 200 mm ആണ്. റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ടു ഹൊറിസോണ്ടൽ സ്ലിപ്പ് ചെയ്യാതെ ഫുൾ റൊട്ടേഷൻ റോളിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ ഓഫ് റോളർ ലൈസ് ഓൺ ദ ലൈൻ പി ക്യൂ. ഈ പി ക്യൂവിൽ എവിടെയോ ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ പി ക്യൂ എവിടെയാണ്, ഇവിടെ ഇവൊന്നും വരത്തില്ല, ഇവിടെ ഈ ലൈനിനകത്ത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം മാറിയിട്ടായിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ ക്യൂവിൽ നിന്ന് എത്ര ദൂരം മാറിയായിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. അപ്പം ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസിനകത്ത് ഏതാണെന്ന് ആദ്യം ചെയ്ത് കണ്ടുപിടിച്ച് നോക്കൂ. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പോസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുകയാണ്. ഒമേഗ എന്താ, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒമേഗ വിൽ ബി സെയിം ത്രൂ ഔട്ട്, ഓൾസോ ഗിവൺ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഈസ് ഓൺ ദ ലൈൻ പി ക്യൂ. അപ്പം ഒമേഗ സെയിം ആയിരിക്കും ത്രൂ ഔട്ട്. അതുപോലെ തന്നെ കാരണം ഒമേഗ സെയിം ആയി പറ്റൂ, റിജിഡ് ബോഡിയാണ് ഒമേഗ. ഒരു സ്ഥലത്ത് ഒരു ഒമേഗ, ഒരു സ്ഥലത്ത് ഒമേഗ ഒന്നും പറ്റില്ല. മൊത്തത്തിൽ ഒരു ഒമേഗ പറ്റുള്ളൂ ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്ററിൽ നിന്ന് വിത്ത് റെസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒമേഗ ത്രൂ ഔട്ട് സെയിം ആണ്. ഇൻസ്റ്റന്റേനിയസ് സെന്റർ പി ക്യൂവിന് ഇടയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഐ ഒരു പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് പി തിരിച്ച് ക്യൂ എന്ന് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്, ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് എക്സ് ആക്കിയാൽ മതി. ഈ കേസിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് ഞാൻ പറഞ്ഞു. മൊത്തം 200 ആണ് ഇതിൻ്റെ ഡയമീറ്റർ. അപ്പം തീർച്ചയായിട്ടും ഇത് 200 മൈനസ് എക്സ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ്. അതായത് എൻ്റെ അർത്ഥം എന്താ,
ഒമേഗ ഇൻറ്റു ഐ പി ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഐ പി ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡ്, ഞാൻ മില്ലിമീറ്റർ, കാരണം മൊത്തം മില്ലിമീറ്റർ ആവണമെന്നുകൊണ്ട് മില്ലിമീറ്റർ ആക്കി 3 മീറ്റർ പെർ സെക്കൻഡ് 3000 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഐ ക്യു ഇൻറ്റു ഒമേഗ ഇസ് ഇക്വൽ ടു ഇതാണ് 2000 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ ഇക്വേഷൻ എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഐ പി എന്നുള്ളത് എക്സ് എന്നും ഐ ക്യു എന്നുള്ളത് 200 മൈനസ് എക്സ് എന്നും കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഒമേഗ ഇസ് ഇക്വൽ ടു 3000 ഇക്വേഷൻ. ഇങ്ങനെ വേറൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒമേഗയുടെ വാല്യൂ ഓൾറെഡി കിട്ടി 5000 ഡിവൈഡ് ബൈ 200. കണ്ടോ? ഈ കിട്ടിയ വാല്യൂവിനെ ഞാൻ വീണ്ടും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഉത്തരം കിട്ടും 120 മില്ലിമീറ്റർ. എക്സിൻ്റെ വാല്യൂ 120 മില്ലിമീറ്റർ. നമുക്ക് വേണ്ട എക്സ് അല്ല, ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 200 മൈനസ് 120 ഈക്വൽ ടു 80 മില്ലിമീറ്റർ. ഓക്കെ ആണോ? ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കാൻ മനസ്സിലാവും. ഇത് നമ്മൾ കണ്ടുപിടിച്ച് എക്സിൻ്റെ ഒമേഗ ചെയ്തൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഒമേഗയുടെ വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് ഇസ് ഇക്വൽ ടു 3000 200 ഡിവൈഡ് ബൈ 5000 വന്ന് 600 ഡിവൈഡ് ബൈ 5 എന്ന് വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ ആളുകൾക്ക്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മേളിൽ നിന്ന് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ. 1 എന്ന് പറഞ്ഞാൽ 2/2 ആണ്. അപ്പോൾ ഞാൻ മേളിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പം മുകളിൽ 1200 ആയി, അതേപോലെ താഴെ 10 ആയി. അപ്പോൾ നമുക്ക് 10 വെച്ച് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വരരുത്. അവിടെ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ആൻസർ നമുക്ക് 120 കിട്ടി. നമുക്ക് വേണ്ടുന്നത് പക്ഷേ 200 മൈനസ് 120 ആണ്, കാരണം 2 എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 80 മില്ലിമീറ്റർ. അപ്പം അതാണ് ബേസിക്കലി നമുക്ക് കൈനമാറ്റിക്സ് ഓഫ് റിജിഡ് ബോഡിക്കകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.